1.5 ലക്ഷം രൂപയുടെ ഐഫോൺ നിന്റെ കയ്യിലുണ്ട്, എന്നിട്ട് ഉദ്ഹിയ്യത്ത് ഇറക്കുന്നില്ല. മനസ്സിലാക്കണം. 25,000-ന്റെ 30,000-ന്റെ ഒക്കെ കയ്യിലുള്ളത് മൊബൈലുള്ളതാകുന്ന ആളുകളല്ലേ ഇരിക്കുന്നത്. എന്നിട്ടൊരു 10,000 മുടക്കാൻ നിന്റെ കയ്യിലില്ലെന്നാണ് പറയുന്നത്. 10,000 രൂപ മുടക്കിയിട്ട് ഒന്ന് ഷെയർ തരാനില്ല എന്ന് പറയുന്നത് എന്ത് വിരോധാഭാസമാണ്? അപ്പൊ നിനക്കിതൊന്നും താല്പര്യമില്ല. നാളെ നരകത്തെ തൊട്ട് മോചനപത്രം കിട്ടുന്ന സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഹേതുവാകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അമലായി നബിതങ്ങൾ പഠിപ്പിച്ചതാണ് ഏത്? പരിശുദ്ധമായ പെരുന്നാളിന്റെ സുദിനത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമായ ബലിദാനം. പെരുന്നാളിന്റെ സുദിനത്തിലെ ഏറ്റവും നല്ല അമലേതാ? ഈ പരിശുദ്ധമാക്കപ്പെട്ട ഉദ്ഹിയ്യത്താണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന പെരുന്നാളിന്റെ സുദിനത്തിൽ ആദമ സന്തതികളാകുന്ന മക്കളെ, നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടത് അത് ബലിദാനമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പെരുന്നാളിന്റെ സുദിനത്തിൽ അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ അമലേതാ? തൊപ്പിയൊക്കെ ഇട്ടിട്ട് ടാറ്റടിച്ചോണ്ട് പള്ളിക്കകത്തോട്ട് വലിഞ്ഞു കയറലല്ല. ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട പരിപാടി അന്നത്തെ ദിവസം ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തെ റെഡിയാക്കുക എന്നുള്ളതാണ്. ഒരു ഉദ്ഹിയ്യത്ത് അറക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹദീസാണിത്. എന്റെ ഉസ്താദുമാരുണ്ട് ഇവിടെ, ഞാൻ വെറുതെ പറയല്ല. എന്താ കാരണം? ഹദീസ് ليأتي يوم القيامة بقرونها وأضلافها وأشعارها. നിങ്ങൾ ഈ ദുനിയാവിൽ അറിവ് നടത്തുന്നതായ ആടില്ലയോ, ആടുവർഗത്തിൽപ്പെട്ടതില്ലയോ, അതിൻ്റെതാകുന്ന ശരീരത്തിലെ രോമകൂപങ്ങളും അതിന്റെ കുളമ്പടികളും അതിൻ്റെതാകുന്ന നഖങ്ങളും അതിൻ്റെതാകുന്ന തോലുൾപ്പെടെ നാളെ അല്ലാഹുവിന്റെ ദർബാറിൽ നിങ്ങൾക്ക് അനുകൂലമായി സാക്ഷിപത്രമാകുവാനെത്തുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ പറയുകയാണ്, വഇന്നദ്ദമ ലയഖഉ മിനല്ലാഹി ബിമകാനി ഖബല അൻ യഖഅ ഫിൽ അർളി. അല്ലയോ മുസ്ലിമേ, മുസ്ലിമത്തേ, നിങ്ങൾ അറിവ് നടത്തുന്നതായ ബലിമൃഗത്തിന്റെ കഴുത്തിൽ നിന്ന് താഴേക്ക് ഇറ്റ് വീഴുന്നതായ രക്തത്തുള്ളികളില്ലേ, അത് ഭൂമിയിലേക്ക് പതിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിങ്കൽ സ്വീകാര്യമായ അമലായി അതിനെ അല്ലാഹു ഗണിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിങ്ങൾ ഈ കൊടുക്കുന്ന രക്തമോ ഇതിന്റെ മാംസമോ അല്ലാഹു വേണ്ടല്ലോ. നമ്മുടെ ഹൃദയത്തിലേക്ക് പടച്ചറപ്പ് നോക്കാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിവ് നടത്തുന്ന സമയത്ത് ഭൂമിയിലേക്ക് വീഴുന്ന രക്തത്തുള്ളികൾ, അതിന്റെ ആദ്യത്തെ രക്തത്തുള്ളി ഭൂമിയിലേക്ക് വീഴുന്നതിന് മുമ്പ് അല്ലാഹു നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ നിയ്യത്തനുസരിച്ച് അമൽ സ്വീകരിക്കും. നബിതങ്ങൾ പറയാം. എന്നിട്ട് നബി പറയുന്നു, ഫതീബു ബിഹാ നഫ്സാ. ഈ ഹദീസ് പറഞ്ഞിട്ടാണ് ആ ഹദീസ് അവസാനിക്കുന്നത്. നല്ല മനസ്സോടുകൂടി നിങ്ങൾ ചെയ്യണേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നാട്ടുകാരെ കാണിക്കാനോ ബന്ധുക്കളെ കാണിക്കാനോ ഇതിന്റെ ഗരിമ കാണിക്കാനോ പ്രൗഢി കാണിക്കാനോ ഒന്നുമല്ല. പടച്ചറപ്പിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് നിയ്യത്ത് വെച്ചുകൊണ്ട് ചെയ്യണേ മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് ആണുങ്ങളും ചെയ്യണം, പെണ്ണുങ്ങളും ചെയ്യണം. പെണ്ണുങ്ങൾക്ക് സുന്നത്താണ്. പെണ്ണുങ്ങൾ പരസ്യമായിട്ട് പോയി അറിവ് നടത്താൻ പറ്റൂല. അപ്പൊ ഒരാളെ വക്കാലത്ത് ഏൽപ്പിക്കാം. എന്റെ സുന്നത്താ ഉദ്ഹിയ്യത്ത് അറിവ് നടത്താൻ നിങ്ങളെ ഞാൻ വക്കാലത്ത് ഏൽപ്പിച്ചു. ഒരു പുരുഷനെ, സ്വന്തം വാപ്പായ സഹോദരനെ, ഭർത്താവിനെ. അപ്പൊ അയാളെ ദേഹത്തെടുത്തു. മാഷാ അല്ലാഹ്, ആ അറിവ് നടത്തുന്ന സ്ഥലത്ത് പോയി നിയ്യത്ത് ചെയ്തിട്ട് അറിവിന് മുമ്പ് നിയ്യത്ത് ചെയ്ത് അവിടെ സന്നിഹിതനാകി. ഷെയർ ആണെങ്കിൽ, സ്വന്തമാണെങ്കിൽ, ഇനി അറിവ് മറ്റൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ റാഹത്തായി നിയ്യത്ത് അറിവ് റാഹത്തായിട്ട് നടത്തി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിയ്യത്ത് വെക്കണം അറിവിന് മുമ്പ്, അല്ലെങ്കിൽ വെറുതെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രത്യേകം ശ്രദ്ധിക്കണം. പല ആളുകളും ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചില ആളുകൾ പറയും ഇതിനെ ചൂണ്ടിയിട്ട് ഇതെന്റെ ഉദ്ഹിയ്യത്താണെന്ന് പറയും. മൃഗത്തെ ഇങ്ങനെ ചൂണ്ടിക്കൊണ്ട് പറയും. ഇബ്നു ഹദർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു നമ്മുടെ ശാഫി മദ്ഹബിന്റെ ആധികാരിക ഗ്രന്ഥം തുഹ്ഫയിൽ രേഖപ്പെടുത്തി ആ വാക്ക് പറയലോടുകൂടി അവന് നിർബന്ധമായി പോയി, നേർച്ചയായി പോവുകയാണ്. ആ മൃഗത്തെ അറക്കൽ നേർച്ചയായി പോയി.
അങ്ങനെ പറയാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം, സൂക്ഷ്മത വേണം. ചില വാക്കുകൾ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് സംഭവിച്ചേക്കാം. അപ്പൊ എന്ത് പറയണം? ഇതെന്റെ സുന്നത്തായ ഉലഹിയത്താണ് എന്ന് തന്നെ പറയണം. ഇതെന്റെ ഉലഹിയത്താണെന്ന് പറയുന്നതോടുകൂടി നിർബന്ധമാകാൻ അത് കാരണമായി തീരും. അങ്ങനെ ആയാലുള്ള പ്രശ്നം എന്താ? ഈ മൃഗത്തെ അറവ് നടത്തുന്നതോടുകൂടി ഇതിൽ നിന്ന് ഒരല്പം പോലും നിനക്കോ നിന്റെ ആശ്രിതർക്കോ കഴിക്കാൻ പറ്റൂല, ഒക്കെ കൊടുക്കേണ്ടി വരും. ഒക്കെ നാട്ടിലുള്ള ഫുഖറാ മിസ്കീനുകളിലേക്ക് മുഴുവനും വീതിക്കേണ്ടി വരും. അല്ലാഹു മസ്അല മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. സുന്നത്തായ ഉദഹിയത്താണെങ്കിൽ 1/3 നമുക്ക് കഴിക്കാം. ഉദാഹരണം, ഒരു 60 കിലോ ഉള്ളതാകുന്ന ഒരു സാധന മൃഗമാണെങ്കിൽ അതിൽ നിന്ന് ഒരു 20 കിലോ നിനക്ക് എടുക്കാം എന്ന് പറഞ്ഞാൽ അത്രയും കഴിക്കൽ അനുവദനീയമാണ്, സുന്നത്താണെന്നല്ല. ബാക്കിയുള്ളത് ഫുഖറാ മിസ്കീനുകൾക്ക് നിർബന്ധമായി നാട്ടിലുള്ളവർക്ക് അല്പം കൊടുക്കണം. അതുപോലെ തന്നെ നാട്ടിലുള്ളതാകുന്ന പണക്കാർക്ക് കൊടുക്കാം, നാട്ടിലുള്ളതാകുന്ന സാധുക്കളാകുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് കൊടുക്കാം. ഇത്രയും കൊടുത്തതിന് ശേഷം നാട്ടിലുള്ളവർക്ക് അല്പം വിതരണം കൊടുത്തിട്ട് പിന്നെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സുന്നത്തായ ഉദഹിയത്താണെങ്കിൽ പോലും നാട്ടിലുള്ളതാകുന്ന സാധുക്കൾക്ക് അതിൽ നിന്ന് അല്പം നിർബന്ധമായ വിഹിതം നൽകണം, എന്നിട്ടേ പുറം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ നാട്ടിൽ അറവ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള സാധുക്കൾക്ക് കൊടുക്കണം, എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പുറത്തേക്ക് ഇത് കയറ്റുമതി ചെയ്യാൻ പറ്റും. ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നതിന് അനുമതിയില്ല. സുന്നത്തായ ഉദഹിയത്താണെങ്കിൽ നേർച്ചയാക്കി പോയാൽ എന്തായി? നേരത്തെ പറഞ്ഞ പോലെ ഇതെന്റെ ഉദഹിയത്താണെന്ന് പറയലോടുകൂടി നേർച്ചയായി. അങ്ങനെ ആയാൽ ഒരല്പം പോലും പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല? നാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ പറ്റൂല. ഒക്കെ നാട്ടിലുള്ള സാധുക്കൾക്ക് തന്നെ കൊടുക്കണം, പണക്കാർക്കും കൊടുക്കാൻ പറ്റാതായി മാറും. ആ പറച്ചിലോടുകൂടി അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം ആണോ പറഞ്ഞല്ലോ. ചുരുക്കി പറഞ്ഞാൽ നിസ്സാരമായ അമലല്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ ഉൻഫിഖത്തിൽ വരിഖതു ഫീ ശൈഇൻ മാ ഉൻഫിഖത്തിൽ വരിഖതു മിൻ ശൈഇൻ അഫളല മിൻ അഫളല യൗമൻ നഹരി മിനൻ നഹരി. പരിശുദ്ധമായ പെരുന്നാളിന്റെ സുദിനത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്നതായ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ കർമ്മം അവന്റെ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് ഉളഹിയത്ത് ഇറക്കലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മാ ഉൻഫിഖത്തിൽ വരിഖതു ഫീ ശൈഇൻ അഫളല മിൻ നഹീറത്തിൻ ഫീ യൗമി ഈദ്. പെരുന്നാളിന്റെ സുദിനത്തിൽ ബലിദാനത്തിന് വേണ്ടി ഉളഹിയത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്തിനേക്കാൾ മറ്റൊരു സമ്പത്തും ശ്രേഷ്ഠമായതില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. നിന്റെ ജീവിതത്തിൽ നീ ഒരുപാട് കാര്യങ്ങൾക്ക് സമ്പത്തിന് വഴിച്ചവനാണ്, ആണോ? അതെ. മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, നാടിന് വേണ്ടി ഒക്കെ നീ ചെലവഴിച്ചിട്ടുണ്ട്. പെരുന്നാളിന്റെ സുദിനത്തിൽ നീ ചെലവഴിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നീ ഉളഹിയത്തിന് വേണ്ടിയുള്ളതാകുന്ന മൃഗത്തെ വാങ്ങി അറവ് നടത്തലാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അതാണ് ഹദീസിന്റെ അർത്ഥം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, മൻ വജദ സഅതൻ ലിഅൻ യുളഹിയ ഫലം യുളഹി ഫലാ യഹ്ളുറു മുസല്ലാനാ. പഠിച്ചു വെക്കണേ മുസ്ലിമേ, മുഅ്മിനത്തേ, അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. പെരുന്നാളിന്റെ സുദിനത്തിൽ ഉളഹിയത്തിന് കഴിവുള്ളതാകുന്ന വ്യക്തിയായിട്ട് അത് ശ്രദ്ധിക്കാതെ നല്ല പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്നവരെ, ഉളഹിയത്തിന്റെ നിയ്യത്തില്ലാത്തവരെ, ഫലാ യഹ്ളുറു മുസല്ലാനാ, അവൻ നമസ്കരിക്കാൻ വരേണ്ടതില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. പെരുന്നാളിന്റെ നിസ്കാരം നിനക്കില്ല, അത് ആർക്കുള്ളതാ? അത് അള്ളാഹുവിന് വേണ്ടി നിയ്യത്ത് വെച്ച് പെരുന്നാളിന്റെ സുദിനത്തിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ അമലാകുന്ന ഉളഹിയത്ത് നിയ്യത്ത് വെച്ചവർക്കാണ് പെരുന്നാളിന്റെ സുന്നത്ത് നിസ്കാരം ഉള്ളത്. ഈ വീട്ടിൽ കുത്തിയിരുന്നാൽ മതി എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മനസ്സിലായോ? പെരുന്നാളിന്റെ ഡ്രസ്സൊക്കെ എടുത്തു ആചാര്യ എല്ലാം എടുത്ത് നല്ല ഇസ്തിരിയൊക്കെ ഇട്ട് റെഡി ആയിരിക്കുക. ഇനി എടുത്തങ്ങോട്ട് ഇട്ടാൽ മതി, കോട്ട് സൂട്ടും ഇടാൻ നിൽക്കട്ടെ. അതിനുമുമ്പ് ആദ്യം എന്തിനെ വാങ്ങിച്ചോ? ഒരു മൃഗത്തെ വാങ്ങിച്ചോ. ആരാ ഇത് അറവ് നടത്തേണ്ടത്? മുസ്ലിമായ മനുഷ്യൻ.
നല്ല ആരോഗ്യമുണ്ട്, നല്ല റാഹത്തുണ്ട്, സാമ്പത്തികമായ ശേഷിയുണ്ട്. പെരുന്നാളിന്റെ സുദിനത്തിൽ അവന് ചെലവ് കൊടുക്കേണ്ടതാകുന്ന അവന്റെ മാതാപിതാക്കൾ, മക്കൾ, അവന്റെ ആശ്രിതരായിട്ടുള്ള ആളുകൾക്കുള്ള പാർപ്പിട ഭക്ഷണ സൗകര്യങ്ങളൊക്കെ മിച്ചം ഒഴിച്ച് നിനക്ക് ഒരു ഉദഹിയത്തിന്റെ മൃഗത്തെ സ്വന്തമായി അറവ് നടത്താൻ, ഒരു 15,000 രൂപയ്ക്ക് ഒരു ആടിനെ വാങ്ങിച്ച് അറവ് നടത്താനുള്ള കെൽപ്പുണ്ടോ, കഴിവുണ്ടോ? എന്നാ എന്ത് ചെയ്യണം? ഉദഹിയത്ത് അറക്കണം, എന്നിട്ട് മതി നിസ്കരിക്കുന്നത്. അല്ലാഹു കബൂലാക്കട്ടെ. എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചതിന് ശേഷം അറവ് നടത്തലാണ് സുന്നത്ത്. പക്ഷെ നിസ്കരിക്കാൻ വരുന്നതിന് മുമ്പ് എന്ത് വേണമെന്നാണ് ഈ പറഞ്ഞതിനർത്ഥം? ബലിദാനം നടത്താൻ നല്ലൊരു മൃഗം നിയ്യത്ത് ചെയ്യണം. അല്ലാഹു കബൂലാക്കും. ഒക്കെ മനസ്സിലായി. ചെറുപ്പക്കാരൊക്കെ ചിന്തിച്ചോ, ഒരു 7 പേര് കൂട്ടുകാർ കൂടിയിട്ട് റാഹത്തായിട്ട് വാങ്ങാൻ. എടാ 1.5 ലക്ഷം രൂപയുടെ ഐഫോൺ നിന്റെ കയ്യിലുണ്ട്, എന്നിട്ട് ഉദഹിയത്ത് ഇറക്കുന്നില്ല. ആ മനസ്സിലാക്കണം. 25,000-ന്റെയും 30,000-ന്റെയും ഒക്കെ കയ്യിലുള്ളത് മൊബൈലുള്ളതാകുന്ന ആളുകളല്ലേ ഇരിക്കുന്നത്. എന്നിട്ടൊരു 10,000 മുടക്കാൻ നിന്റെ കയ്യിലില്ലെന്നാണ് പറയുന്നത്. 10,000 രൂപ മുടക്കിയിട്ട് ഒന്ന് ഷെയർ തരാനില്ല എന്ന് പറയുന്നത് എന്ത് വിരോധാഭാസമാണ്? അപ്പൊ നിനക്കിതൊന്നും താല്പര്യമില്ല. നാളെ നരകത്തെ തൊട്ട് മോചനപത്രം കിട്ടുന്ന, സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഹേതുവാകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അമലായി നബിതങ്ങൾ പഠിപ്പിച്ചതാണ് ഏത്? പരിശുദ്ധമായ പെരുന്നാളിന്റെ സുദിനത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമായ ബലിദാനം. പെരുന്നാളിന്റെ സുദിനത്തിലെ ഏറ്റവും നല്ല അമലേതാ? ഈ പരിശുദ്ധമാക്കപ്പെട്ട ഉളഹിയത്ത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒക്കെ ഷെയർ ചെയ്യണം. ഈ വർഷം തന്നെ ചേർന്നോ, പള്ളിയിലൊക്കെ റാഹത്തായിട്ട് നടത്ത്. അത് അന്നത്തെ ദിവസം, പെരുന്നാളിന്റെ ദിവസം ഉസ്താദ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനുണ്ട്. അന്ന് നടത്തണ്ട, പിറ്റേ ദിവസം നടത്തിക്കും. അതിനാ നിങ്ങൾക്ക് 3 ദിവസം കൂടി തന്നിരിക്കുന്നു. അയ്യാമു തശ്രീഖിന്റെ ദിവസം, ദുൽഹിജ്ജ 11, 12, 13 പെരുന്നാളിനോട് ചേർന്നുള്ള 3 ദിവസം. ആ 13-ന്റെ അന്ന് മഗ്രിബിന് തൊട്ട് മുമ്പ് അറവ് നടത്തിയാലും ഈ നിയ്യത്തോടുകൂടി അറവ് നടത്തിയ എന്തായി? ഉളഹിയത്തായി പരിണമിച്ചു. അൽഹംദുലില്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ 6-7 പേരൊക്കെ വീട്ടിലുള്ളതാകുന്ന മക്കളുണ്ട്, ഈ സദസ്സിലുണ്ട്. ഒരു വീട്ടിൽ തന്നെ 5-8 മക്കളുണ്ട്. ആ മക്കളെല്ലാരും കൂടി പരിശ്രമിച്ച റാഹത്തായിട്ട് വീട്ടിൽ തന്നെ നടത്താം. ഓരോരുത്തരും സ്വന്തമായിട്ട് ഒരു ആടിനെ അറുത്തോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ വർഷവും ഉളഹിയത്ത് ശർആക്കപ്പെട്ടതിന് ശേഷം നബി തങ്ങൾ വഫാത്താകുന്നത് വരെ എല്ലാ വർഷവും 2 ആട് വീതം അറുത്തിരുന്നു. 2 ആടിനെ അറുത്തിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി. നല്ല കൊമ്പുള്ള, നല്ല തവിട്ട് നിറത്തിലുള്ളതാകുന്ന വെള്ളയും അതുപോലെ തന്നെ കറുപ്പും കൂടി ചേർന്നിട്ടുള്ള നല്ല തടിച്ചു കൊഴുത്തതാകുന്ന 2 ആടിനെ എല്ലാ വർഷവും ആരറവ് നടത്തി? മുഹമ്മദ് റസൂലുള്ളാഹി. അവസാനം ഹജ്ജത്തുൽ വദാ, ഹജ്ജിന് വേണ്ടി അവസാനത്തെ വിടവാങ്ങൽ ഹജ്ജ്, ഒറ്റ ഹജ്ജ് നബിതങ്ങൾ ചെയ്തിട്ടുള്ള ആ ഹജ്ജിന് വേണ്ടി വരുമ്പോ 100 ഒട്ടകവുമായിട്ടാ വരുന്നത്. എത്ര ഒട്ടകം? 100 ഒട്ടകം. എവിടുന്ന് കൊണ്ടുവരാൻ? മദീനത്ത് നിന്ന് കൊണ്ടുവരാ. തെളിച്ച് എവിടേക്ക്? മക്കത്തേക്ക്. ആലോചിച്ചു നോക്ക്. മക്കത്ത് കൊണ്ടുവന്നിട്ട് അവിടെയുള്ള സാധുക്കൾക്ക് മുഴുവനും അറവ് നടത്തി കൊടുക്കാൻ 63 ഒട്ടകത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകൊണ്ട് അറവ് നടത്തി. ചില ആളുകൾക്ക് അറവ് നടത്താൻ പറയും, ഞാൻ ഇറച്ചി നല്ല പൊരിച്ചതുണ്ട്, ആചാര്യ എടുക്കട്ടെ 2 പ്ലേറ്റ് 3 എടുത്തു കഴിക്കാം. അറവ് നടത്താനും മടി. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ചിലർക്ക് അങ്ങനെയാണ്, അല്ലാത്തൊരു ഐത്തം പോലെ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. നബി തങ്ങൾ ചെയ്തതായ പുണ്യമായ കർമ്മമായി. നമുക്ക് അറവ് നടത്താന്ന് പറഞ്ഞാല് മൃഗങ്ങൾ അറവ് നടത്തുന്നതിനെ മടി. നാട്ടുകാരൻ നെഞ്ചത്തോട്ട് കത്തി കുത്തുന്നതിന് ഒരു കുഴപ്പമില്ല. റാഹത്തായിട്ട് കുത്തി കയറ്റി 2 തോളയൊക്കെ ഇട്ടു ആചാര്യ നടക്കുക, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഒരു വിഷയമല്ല. സ്വന്തം അമ്മയെ കൊല്ലുന്നു, സ്വന്തം അച്ഛനെ കൊല്ലുന്നു, സഹോദരനെ വെട്ടിക്കൊല്ലുന്നു, അതിനൊന്നും ഒരു വിഷയമില്ല. ഇത് ആരാധനയുടെ കർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മക്കത്ത് കൊണ്ടുവന്നു 100 ഒട്ടകം. അതിൽ 63 എണ്ണം നബി തങ്ങളുടെ വയസ്സിന്റെ എണ്ണമാണ്. 63 എണ്ണത്തെ നബി തങ്ങൾ സ്വന്തം കൈകൊണ്ട് അറവ് നടത്തി. ബാക്കിയുള്ള മുഴുവതിനെയും ആരെ ഏൽപ്പിച്ചു? സയ്യിദുന അലി റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു. അലിയോട് പറഞ്ഞു, അലിയെ മരുമകനാണല്ലോ, എന്റെ പേരിൽ നീ ഇതെല്ലാം അറവ് നടത്തിക്കോളാം. ബാക്കിയുള്ളതിനൊക്കെ ആരറവ് നടത്തി? അലി റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വസിയത്തായി നീ നടത്തേണ്ടത്, വഫാത്തായി കഴിഞ്ഞാൽ നീ നിന്റെ മരണം വരെയും നടത്തേണ്ടതാകുന്ന ഒരേ ഒരു അമൽ അത് ഉദ്ഹിയത്താണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. ആ പ്രവാചകരുടെ പേരിൽ നടത്താൻ വേണ്ടി നബി തങ്ങൾ വസിയത്ത് ചെയ്തത് അത് ഹജ്ജല്ല, ഉംറയല്ല, സകാത്തല്ല, സദഖയല്ല, നിസ്കാരമല്ല, പവിത്രമാക്കപ്പെട്ട ഉദ്ഹിയ്യത്ത് എന്ന ബലിദാനമാണ്. അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഞാൻ വഫാത്തായി പോയാലും എന്റെ പേരിൽ എല്ലാ വർഷവും അലിയെ നിന്റെ ജീവിതത്തിൽ ഞാൻ വസിയത്ത് ചെയ്യുന്നു, ഒരു എല്ലാ വർഷവും മുടങ്ങാതെ എന്റെ പേരിൽ നീ ഉദ്ഹിയ്യത്ത് നടത്തണേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ നബിതങ്ങൾ വഫാത്തായി. അടുത്ത വർഷം തന്നെ അലിയാർ തങ്ങൾ 4 ആടിനെയുമായി വരുന്നു. 2 കൈകൾ കൊണ്ടിറക്കുന്നു. എന്നിട്ട് പറയുന്നു, ഈ 2 എനിക്കുള്ളതാണ്. വീണ്ടും 2 തക്ബീരയിലേക്ക് കടത്തിയിട്ട് വലത് കൈ കൊണ്ട് ബിസ്മി ചൊല്ലി അറക്കുന്നു. എന്നിട്ട് പറയുന്നു, ഹാദാ ലിറസൂലില്ലാഹ്. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടികളിച്ച എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളതാണ് ഈ 2. നബി തങ്ങൾക്ക് വേണ്ടി 2 അറവ് നടത്തി വഫാത്ത് വരെ തുടർന്നു വന്നു സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ കാര്യമല്ല. നബിതങ്ങൾ വഫാത്താകുന്നത് വരെ നബിതങ്ങൾ സ്വന്തമായി ചെയ്തു. ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങൾ. അറവ് നടത്താന്ന് പറഞ്ഞാൽ നമുക്ക് ദീർഘായുസ്സും ആഫിയത്തൊക്കെ കൂടും സഹോദരൻ. നിങ്ങൾ വെറുതെ മനസ്സിലാക്കണ്ട. അതുകൊണ്ടാണ് ഈ സക്കറാത്തിന്റെ ഹാലിൽ ഇങ്ങനെ വലിച്ചുകൊണ്ട് നിൽക്കുന്ന വല്യപ്പാക്ക് വേണ്ടി എന്താ നിയ്യത്ത് ചെയ്യുന്നത്? നല്ല ഒരു മൃഗത്തെ കൊണ്ട് നിയ്യത്ത് ചെയ്യാം. അതുകൊണ്ട് അറവ് നടത്തുന്നതോടി മൂപ്പര് നല്ല റാഹത്തായിട്ട് റൂഹ് പിരിയും. ഒന്നില്ലെങ്കിൽ ശ്വാസം നേരെയാവും, സെറ്റായി. അല്ലെങ്കിൽ ഉള്ള ഒരു തീരും. നല്ല കറക്റ്റായിട്ട് സക്കറാത്തിന്റെ ഹാല് മൗത്ത് റാഹത്തോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് അറവ് നടത്തി നോക്കിയേ, നിങ്ങൾ ഈ ഉറക്കം തൂങ്ങലൊക്കെ പോകും. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. നിർത്താൻ പോകുന്ന സമയം കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. നിർത്താൻ പോകണ ഒരു 10 മിനിറ്റിനുള്ളിൽ എല്ലാം കഴിയും. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ദുആയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അപ്പൊ അതുകൊണ്ട് തന്നെ ഉദ്ഹിയ്യത്ത് ഒരു നിസ്സാരമായ അമലായി കാണരുത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ഫാത്തിമത്തു ഖൂമി ഉദ്ഹിയ്യതകി ഫശ്ഹദി ബിഹാ. ഫാത്തിമ, നീ ഉദ്ഹിയ്യത്ത് ഇറക്കുന്നുണ്ടെങ്കിൽ ആ ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തിന്റെ അടുക്കൽ നീ സാന്നിധ്യം അരുളണം. ഫഇന്ന ലകി ബി അവ്വലി ഖത്റത്തിൻ തഖ്തുറു മിൻ ദമിഹാ. അതിന്റെ ആദ്യത്തെ രക്തത്തുള്ളു ഭൂമിയിലേക്ക് പതിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ എല്ലാ പാപങ്ങളും പുറത്തു തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മുടെ വിഷയം അതാണല്ലോ പറഞ്ഞുകൊണ്ട് വന്നത്. പാപമോചനം കിട്ടാൻ ദിക്ർ, പാപമോചനം കിട്ടാൻ 5 വഖത്ത് നിസ്കാരം, പാപമോചനം കിട്ടാൻ റമദാനിലെ നോമ്പ്, പാപമോചനം കിട്ടാൻ റമദാനിലെ തറാവീഹ്, പാപമോചനം കിട്ടാൻ സ്വതക്ക, പാപമോചനം കിട്ടാൻ ഹജ്ജ്, പാപമോചനം കിട്ടാൻ ദുൽഹിജ്ജയുടെ 10, 11, 12, 13 മഗ്‌രിബിന് മുമ്പായിട്ടുള്ള ഉദ്ഹിയ്യത്ത് എന്ന ബലിദാനം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് സ്വന്തം മകളോട് നബി തങ്ങൾ പറയാൻ, മോളെ ഉദ്ഹിയ്യത്ത് ഇറക്കുമ്പോ നീ എന്ത് ചെയ്യണം? അതിന്റെ അടുക്കൽ സാന്നിധ്യം അരുളണം. അന്യരാകുന്ന ആളുകളാണെങ്കിൽ മാറി നിന്നാൽ മതി. അതല്ല എങ്കിൽ ആ സ്ഥലത്തേക്ക് പോയിട്ട് അതിന്റെ അടുക്കൽ പോയി നിൽക്കുക. അതിനെ അറവ് നടത്തുന്ന സമയത്ത് അതിന്റെ ആദ്യത്തെ രക്തത്തുള്ളി ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ നിന്റെ അല്ലാഹു പാപങ്ങളൊക്കെ പുറത്തു തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ചെറിയ കാര്യമല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പെരുന്നാൾ നമസ്കരിക്കാൻ അർഹതയുള്ളവർ ഇക്കൂട്ടരാ. ഉദ്ഹിയ്യത്തിന് നിയ്യത്ത് വെച്ച ആളുകളാണ്. അവർ നമസ്കരിക്കാൻ വന്നാൽ മതി എന്ന നബിതങ്ങളുടെ അധ്യാപനം തന്നെ. അപ്പൊ നല്ല നിയ്യത്ത് വെച്ചോ. ദുൽഹിജ്ജയുടെ 10 പെരുന്നാൾ നമസ്കരിക്കാൻ വേണ്ടി കുപ്പായം വാങ്ങി തുന്നി റെഡിയാക്കി കാത്തിരിക്കുന്ന പുരുഷന്മാരും അതിന് നിയ്യത്തിലിരിക്കുന്ന സഹോദരിമാർ, നമസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങി തയ്യാറാകുന്ന സഹോദരിമാരും ഒക്കെ മനസ്സിലായിക്കോ, പെരുന്നാളിന്റെ സുദിനത്തിലെ ഏറ്റവും വലിയ അമൽ ഉദ്ഹിയ്യത്തിന്റെ ബലിദാനമാണ്. പറയുന്നില്ല, ഹദീസൊക്കെ ഇഷ്ടം പോലെയുണ്ട്.
അലി റളിയല്ലാഹു അൻഹു പറയുന്നു മൻ ഖറജ ലിശ്റാഇൽ ഉൽഹിയ ഉൽഹിയത്തിന്റെ ബലിദാനത്തെ വാങ്ങാൻ വേണ്ടി ഒരാൾ പുറത്തിറങ്ങിയാൽ കാനലഹു ബികുല്ലി ഖത്വത്തിൻ അശറു ഹസനാത്തിൻ അവൻ പുറത്തിറങ്ങിക്കൊണ്ട് ആ മാർക്കറ്റിലേക്ക് നടക്കുന്ന ഓരോ ചവിട്ടടിക്കും 10 നന്മ അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു ബികുല്ലി ഖത്വത്തിൻ അശറു ഹസനാത്ത് ഓരോ ചവിട്ടടിക്കും 10 നന്മയാണ് വമഹാനഹു അശറു ദറജാത്ത് ഓരോ ചവിട്ടടിക്കും 10 പാപം അല്ലാഹു പുറത്തു കൊടുക്കുകയാണ് വറഫഅലഹു അശറു ദറജാത്ത് ഓരോ ചവിട്ടടിക്കും അല്ലാഹു 10 ദറജ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തുമെന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. തീർന്നില്ല വഇദാ അഹ്റക ദമഹ പെരുന്നാളിന്റെ സുദിനത്തിലോ നീ ഉൽഹിയത്ത് നിയ്യത്ത് വെച്ച ദിനത്തിലോ ബലിമൃഗത്തെ കടത്തി ഖിബലയിലേക്ക് തിരിച്ചു നീ നല്ലതുപോലെ നിയ്യത്ത് വെച്ചുകൊണ്ട് നല്ല റാഹത്തായിട്ട് ബലിമൃഗത്തെ അറവ് നടത്തിയാൽ ഖലഖല്ലാഹു ബികുല്ലി ഖത്റത്തിൻ തഖ്തുറു മിൻ ദമിഹാ അശറതൻ മിനൽ മലായിക ആ കഴുത്തിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഇറ്റി വീഴുന്നതാകുന്ന ഓരോ രക്തത്തുള്ളികൾക്കും 10 മലക്കുകളെ വീണ അല്ലാഹു പടയ്ക്കുമേ യസ്തഗ്ഫിറൂന ലഹു ഇലാ യൗമിൽ ഖിയാമ. എന്താ പറഞ്ഞത്? നമ്മൾ അറവ് നടത്തുമ്പോൾ കഴുത്തിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറ്റി വീഴുന്ന ഓരോ രക്തത്തുള്ളികൾക്കും ഓരോ രക്തത്തുള്ളിക്കും 10 നന്മ 10 മലക്കുകളെ വീതം പടയ്ക്കും ഓരോ രക്തത്തുള്ളിക്കും. ഖലഖല്ലാഹു ബികുല്ലി ഖത്റത്തിൻ അശറതൻ മിനൽ മലായിക 10 മലക്കുകൾ. എന്നിട്ടോ യസ്തഗ്ഫിറൂന ലഹു ഇലാ യൗമിൽ ഖിയാമ ഖിയാമത്ത് നാൾ വരെ ഇവരുടെ ജോലി എന്താ? ഈ അറവ് നടത്തിയ വ്യക്തിക്ക് വേണ്ടി പൊറുക്കലിനെ തേടലാണ്. മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. അൽഹംദുലില്ലാഹ്, ചെറിയ കാര്യമല്ല ഈ പറയുന്നത്. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ നാട്ടിൽ അതിനെ നിസാരവൽക്കരിക്കുന്ന ആളുകളുണ്ട്. നിസാരവൽക്കരിക്കരുത്, ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിധങ്ങൾ പറയുകയാണ് അല്ലിമൂ വഹയാകും ഫഇന്നഹാ അലസ്സിറാത്തി മതായാകും. നാളെ സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടക്കണോ, നിങ്ങൾ നിങ്ങളുടെ ബലിമൃഗത്തെ ആദരിക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ബലിമൃഗത്തെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതിന് നല്ലതുപോലെ ഭക്ഷണം കൊടുത്ത് തടിപ്പിക്കുക. നല്ല തടിച്ചതും കൊഴുത്തതും ആയിരിക്കണം ബലിമൃഗം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ അമല് ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മക്കത്തുൽ മുക്കറമയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്നവരെ, നിങ്ങൾ പോകുന്ന സ്ഥലം നിസാരമല്ല, നിസാരമല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ കഅബയെ നോക്കിക്കൊണ്ട് ലോകൈക ഗുരു പറയുകയാണ്, മാ അത്യബകി വമാ അത്യബരിഹകി. എത്ര മനോഹരമാണ് നിന്റെ സുഗന്ധം, അല്ലയോ പരിശുദ്ധമായ കഅബയെ. നിന്റെ സുഗന്ധമാക്കിയ വസ്തു എന്താണ്? നിന്റെ സുഗന്ധം എത്ര പരിമളമാണ്, നിന്റെ പരിമളം എത്ര ആസ്വാദനദായകമാണ്. ലൗലാ അന്ന ഖൗമക അഖ്റജൂനി, നിന്റെ സമുദായം, നിന്റെ ഈ നാട്ടുകാരാകുന്ന മക്കയിലെ മുശ്രിക്കീങ്ങൾ എന്നെ ഈ നാട്ടിൽ നിന്ന് പുറപ്പെടുവിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ നാട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ പോകുമായിരുന്നില്ല എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഹബീബായ നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ്. കാരണം പരിശുദ്ധമായ കഅബ സ്ഥിതി ചെയ്യുന്നതായ നാടല്ലയോ പുണ്യമായ മക്കത്തുൽ മുക്കറമ. ഇന്ന അവ്വല ബൈതി വൂദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറക വഹുദൻ ലിൽ ആലമീൻ. പരിശുദ്ധമാക്കപ്പെട്ടതായ കേഹമാണ്. ലോകത്താദ്യമായി അല്ലാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതായ ആദ്യത്തെ കേഹമല്ലയോ പരിശുദ്ധമാക്കപ്പെട്ട കഅബ. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധ കഅബാലയത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഹുദൽ ലിൽ ആലമീൻ.
ബറക്കത്തുള്ള കേകമാണ് പരിശുദ്ധമായ കഅബ. ലോകർക്ക് മുഴുവൻ സന്മാർഗത്തിന്റെ ദീപമാണ്, സന്മാർഗത്തിന്റെ പ്രകാശമായ ശാദ്വല തീരമാണ്. ഫീഹി ആയാതും ബയ്യിനാതുൻ മഖാമു ഇബ്രാഹീം. പരിശുദ്ധമായ കഅബയുടെ പരിസരത്താണ് ഏറ്റവും വലിയ മനോഹരമായ ദൃഷ്ടാന്തങ്ങളുള്ളത്. സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ കഅബാലയത്തിന്റെ പണിക്ക് എളുപ്പത്തിന് വേണ്ടി ലോകത്ത് ആദ്യമായിട്ട് ലിഫ്റ്റായിട്ട് ഇബ്രാഹിം നബിക്ക് ഇറക്കി കൊടുത്ത സ്വർഗ്ഗത്തിലെ കല്ലില്ലയോ, മഖാം ഇബ്രാഹിം എന്നറിയപ്പെടുന്നതായ ആ ശ്രേഷ്ഠമായ കല്ല്, ആ കല്ല് വലിയ ദൃഷ്ടാന്തമാണ്. ആ കല്ലിന്റെ പുറത്തേക്ക് കയറി നിൽക്കുകയാണ് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മകനാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാം കഅബ പടുക്കാനുള്ള കല്ല് വാപ്പയുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നു. ഇബ്രാഹിം നബി ഈ കല്ലിന് പുറത്തേക്ക് കയറുമ്പോ ഓട്ടോമാറ്റിക്കായി അടുത്ത കല്ല് എവിടെ വെക്കണോ അതേ സ്ഥാനത്തേക്ക് ഈ കല്ല് ഇബ്രാഹിം നബിയെ കൊണ്ടുപോയാണ് ഒരു ലിഫ്റ്റായി പരിണമിക്കുകയാണ്. കല്ല് വെച്ച് തീരേണ്ട താമസം ഈ കല്ലുമായി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയെ താഴേക്ക് കൊണ്ടുവരുന്നു. അടുത്ത കല്ലേറ്റ് വാങ്ങുന്നു. വീണ്ടും ഇതാ അടുത്ത കല്ല് വെക്കേണ്ട സ്ഥാനത്തേക്ക് ഉയരുകയാണ്. ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹീം വമാ ദഖലഹു കാന ആമിനാ. ആരൊരുവൻ പരിശുദ്ധമായ കഅബയുടെ പരിസരത്ത് പ്രവേശിച്ചു, മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിച്ചു, അവന് പരിപൂർണമായി ആമീനാണ്, അവൻ നിർഭയത്വമുള്ളവനാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. പരിശുദ്ധ കഅബയുടെ പരിസരത്ത് വന്നിട്ടുള്ളവൻ അവൻ ആമീനാണ്. സ്വന്തം ജീവൻ തന്നെ സംരക്ഷണമുള്ളവനാണ്, ജീവിതം കൊണ്ട് സംരക്ഷണം കിട്ടിയവനാണ് ഒരർത്ഥം. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രണ്ടർത്ഥം പറഞ്ഞിട്ടുണ്ട്. വമൻ ദഖലഹു കാന ആമിന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരർത്ഥം അവന്റെ സ്വന്തം ജീവന് സംരക്ഷണമാണ് ഒരർത്ഥം. അവനെ ആരും അപായപ്പെടുത്തൂല. ഒരു പോലീസും പട്ടാളം വന്ന് അതിനകത്ത് ആക്രമിച്ച് അവനെ പിടിച്ചോണ്ട് പോകൂല. എല്ലാ നിലയ്ക്കും അവന് സംരക്ഷണ. വിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ ഹറമിൽ പ്രവേശിച്ചവൻ അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. കഅബാലയത്തിന്റെ പരിസരത്ത് നിന്നിരിക്കാനും ദിക്റുൽ മുറാദിലുമായി കഴിയാനുള്ള തൗഫീഖ് അല്ലാഹു നസീബാക്കട്ടെ. ചെറിയ കാര്യമല്ല. രണ്ടാമത്തെ അവൻ ആമിനാണെന്ന് പറഞ്ഞാൽ അവൻ എല്ലാ പാപങ്ങളിൽ നിന്നും സുരക്ഷിതത്വം കിട്ടിയവനാ. കാരണം അവിടെ ഇരുന്ന പിന്നെ പാപം ചെയ്യൂല. കഅബ കണ്ടുകൊണ്ടിരിക്കുന്നവൻ പാപം ചെയ്യാൻ മുഅ്മിനായ മനുഷ്യൻ തയ്യാറാവൂല. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ പരിശുദ്ധ കഅബയെ പരിണമിച്ചതാകുന്ന മുസ്ലിമായ സഹോദര സഹോദരിമാർക്ക് പാപമോചനം ഉറപ്പാണ്. അതാണ് പറഞ്ഞ ആയത്തിന്റെ അർത്ഥം. ഇതാരും വിശദീകരിച്ചു. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അവിടുന്ന് നമ്മളെ പഠിപ്പിക്കുക. ഈ ആയത്ത് വിശദീകരിച്ചു. കഅബയുടെ പരിസരത്ത് പോയിട്ട് ആരും തെറ്റ് ചെയ്യാറില്ലല്ലോ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അവിടെ തെറ്റ് ചെയ്താൽ വലിയ ശിക്ഷയാണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വമൻ യുരിദു ബിഹി ബിഇൽഹാദി നുദിഖുഹു മിൻ അദാബിൻ അലീം. പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലോ മദീന മുനവ്വറയിലോ ഹറമിൻ്റെതാകുന്ന പവിത്രതയുള്ളതാകുന്ന സ്ഥലങ്ങളിൽ ഹറാമ് പ്രവർത്തിക്കുന്നവരുണ്ടോ, അനാവശ്യമാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടോ, മിൻ അദാബിൻ അലീം, വേദനാജനകമാകുന്ന ശിക്ഷ നൽകി നാം അവനെ രുചിപ്പിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഹജ്ജിന് പോകുന്നവരെ, ഉംറയ്ക്ക് പോകുന്നതായ സഹോദരിമാരെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. പവിത്രമാണ് കഅബ, പവിത്രമാണ് കഅബയുടെ പരിസരം. അതുകൊണ്ട് തന്നെ അവിടെ വെച്ചുകൊണ്ട് ആവശ്യമില്ലാത്തത് ചെയ്യരുതേ. അനാവശ്യമാകുന്ന പ്രവണതയിലേക്ക് പോയാൽ, അനാവശ്യമാകുന്ന പ്രവണത ചെയ്താൽ മിൻ അദാബിൻ അലീം,
വേദനാജനകമായ ശിക്ഷ കൊണ്ട് നാം അവനെ രുചിപ്പിക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ തന്നെ 8ന്റെ പണി പുറകിൽ കിട്ടുമെന്നർത്ഥം എന്നാണ് പറഞ്ഞത്. കാരണം സ്ഥലം നിസ്സാരമല്ല. അതുകൊണ്ട് പോകുന്ന ആളുകൾ നല്ല നിയ്യത്തിൽ പോകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ കാണിക്കുന്ന പോലെയുള്ള തോന്നിവാസവും ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞ് ഏഷണിയും ഭീഷണിയും പരദൂഷണവും തമാശയും ചീത്തവിളിയും മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റം പറച്ചിലും ഫനായും ഫസാദും ഒക്കെ പറഞ്ഞുകൊണ്ട് കാബയുടെ പരിസരത്ത് ഇരിക്കാമെന്ന് കരുതിയിട്ട് അങ്ങോട്ട് ഒരിക്കലും പോകണ്ട. വളരെ ശ്രദ്ധിച്ചോ. അവിടെ പോയിക്കൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ ചെയ്താൽ വേദനാജനക ശിക്ഷ നൽകി അല്ലാഹു പരീക്ഷിക്കും. അവിടെ പാപമോചനത്തിന് പോകേണ്ട സ്ഥലമാണ്. അവിടെ അതിൻ്റെതായ പവിത്രത കാണിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവിടെ നിന്ന് നീ പിന്നെ പോകുന്നത് എങ്ങോട്ടാ? മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പോവാൻ. നബി തങ്ങളെ സിയാറത്ത് ചെയ്യുന്നതിലൂടെ പാപമോചനമാണ്. ഉറപ്പല്ലേ? കാരണം നബി തങ്ങളുടെ ശഫാഅത്തിന്റെ അഹ്ലുകാരനാകും. മൻ സാറ ഖബരി വജബത് ലഹു ശഫാഅതി ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ ആരെങ്കിലും സന്ദർശിച്ചാൽ, എന്റെ ഖബർ സന്ദർശനം നടത്തിയാൽ, മാന്യമായ രീതിയിൽ സന്ദർശനം നടത്തുന്ന ഏതൊരു സത്യവിശ്വാസിയുണ്ടോ അവന് എന്റെ ശഫാഅത്ത് ശുപാർശ നിർബന്ധമായി പോയി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എന്നല്ല മറ്റൊരു ഹദീസിലുണ്ട്, മൻ ഹജ്ജ ഫലം യസുർനി ഫഖദ് ജഫാനി. ഒരാൾ ഹജ്ജ് ചെയ്തു, എന്നെ വന്ന് സന്ദർശിച്ചിട്ടില്ല എങ്കിൽ അവൻ എന്നോട് പിണക്കം വെച്ചവനായി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ചില ആളുകളുണ്ട്, ബിദ്അത്തിന്റെ ആളുകൾ വരെ ഇന്നും പറയുന്നുണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ടതൊന്നുമില്ല, മദീനയിൽ പോയി. ശരി തന്നെയാണ്, ഹജ്ജിന്റെ അമലൊന്നും പെട്ടതല്ല മദീനയിൽ പോകാൻ. പക്ഷെ ഹജ്ജിന്റെ അമലുകൾ പഠിപ്പിച്ചതാകുന്ന മുഴുവൻ അയിമ്മത്തുകളും ഈ നന്മകൾക്ക് മുഴുവനും നമുക്ക് കാരണക്കാരായി തീർന്ന, ഇത് മുഴുവനും നമുക്ക് എത്തിച്ചു തന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യണമെന്ന് പറയാത്ത ഒറ്റ ഇമാമികളുമില്ല. അതിശക്തിമത്തായ സുന്നത്താണ്. പ്രത്യേകിച്ച് ഒരു മോമിനായ മനുഷ്യൻ അവിടെ പോകൽ മസ്റ്റാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ട്? പാപമോചനത്തിന് ഏതുവാ പറഞ്ഞല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഓ നബിയേ, നബിയേ, ആളുകൾ അക്രമം ചെയ്തുകൊണ്ട് തിന്മകൾ ചെയ്തതായ ആളുകൾ, തെറ്റുകുറ്റങ്ങൾ കൊണ്ട് വ്യാപരിച്ചതായ ജനങ്ങൾ, അവർ തങ്ങളുടെ അടുക്കലേക്ക് പരിശുദ്ധമായ മദീനയിലേക്ക് എത്തുകയും തങ്ങളുടെ ചാരത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാപമോചനത്തിന് തേടുകയും ചെയ്താൽ ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ. ഓ നബിയേ, നബിയേ, തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടതായ സാധുക്കളായ ആളുകളാണ് അവർ. വന്നുകൊണ്ട് തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞ് തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കുമ്പോ തങ്ങൾ അവർക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അവർ എത്ര വലിയ പാപം ചെയ്തവരായിരുന്നാലും അല്ലാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരുടെ തൗബ സ്വീകരിക്കുകയും അവർക്ക് കരുണ ചൊരിയുകയും ചെയ്യുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ലവജദുല്ലാഹ തവ്വാബർ റഹീമ. അല്ലാഹു പറഞ്ഞതാ. അക്രമം ചെയ്ത ആളുകൾ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ആരുടെ അടുക്കൽ പോകണം? നബിയെ തങ്ങളുടെ അടുക്കൽ വരണം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുകയും വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫിറ ലഹുമുർ റസൂലു, നബിയുടെ ചാരത്തിരുന്നിട്ട് പടച്ചറപ്പിനോട് അല്ലാഹുവേ ഞാൻ തെറ്റുകൾ ചെയ്തു പോയി, ഈ പ്രവാചകന്റെ ബറക്കത്തുകൊണ്ട് എനിക്ക് പാപമോചനം തരണേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ട് നിലകൊള്ളുകയും ചെയ്താൽ വസ്തഗ്ഫിറ ലഹുമുർ റസൂലു, ആ കാരണം കൊണ്ട് നബി തങ്ങൾ അവരുടെ വിഷയത്തിൽ ശുപാർശ നടത്തുകയും ചെയ്താൽ, ശഫാഅത്ത് നടത്തുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബുർ റഹീമ, അവരെ തീർച്ചയായും അല്ലാഹു തൗബ സ്വീകരിച്ചവരും അല്ലാഹുവിന്റെ കരുണ ഏറ്റുവാങ്ങിയവരുടെ കൂട്ടത്തിലും എത്തിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ.
അപ്പൊ പാപമോചനത്തിനുള്ളതാണ് എന്ത്? ഹജ്ജിനോടൊപ്പം തന്നെ ഏത് സന്ദർശനം? മദീന സിയാറ എന്ന് മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വെറുതെ ഇങ്ങനെ വെച്ചതല്ല, ഒരു 10 ദിവസം അവിടെ പോയി താമസിക്കുക, റാഹത്തായിട്ട് ഫുഡ് അടിച്ചിട്ട് വരാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മാത്രല്ല 7 അജ്വ, നല്ല അജ്വായിട്ടാണെങ്കിൽ മദീനയിൽ തന്നെ പോകണമല്ലോ. 7 അജ്വ വീതം ഡെയിലി കഴിച്ചാൽ, റാഹത്തായി രാവിലെ അതിരാവിലെ കഴിച്ചാൽ അവൻ ഒരു വിഷത്തിന്റെ ഒരു തീണ്ടലോ അതുപോലെ തന്നെ ഒരു ബുദ്ധിമുട്ടോ അവനുണ്ടാവൂല. സയ്യിദുനാ റസൂലുള്ളാഹി മൻ തസബ്ബഹ സബ്അ തംറാത്തിൻ അജ്വതൻ, എല്ലാ ദിവസവും രാവിലെ പ്രഭാതത്തിൽ 7 അജ്വയുടേതാകുന്ന ഈത്തപ്പഴം കൊണ്ട് ആരെങ്കിലും കഴിച്ചാൽ ലം യദുറുഹു സുമ്മുൻ, അവനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവൂല, ഒരു വിഷവും അവനെ ഏൽക്കൂല. സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എല്ലാ ദിവസവും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഹജ്ജിനൊക്കെ പോകുന്നവരോട് പറയാം, ഇച്ചിരി ഈത്തപ്പഴ റാഹത്ത്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കും പോകാൻ തൗഫീഖ് തരട്ടെ. നല്ല നിയ്യത്ത് വെച്ച് പോകണം. അടുത്ത വർഷങ്ങളിൽ പോകാൻ വേണ്ടി നിയ്യത്ത് ചെയ്തോളി. കാരണം നമ്മൾ ഈ ദുനിയാവിൽ ചെയ്യുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു കിട്ടി നല്ല മനുഷ്യനായി നമുക്ക് ജീവിക്കണം ശിഷ്ടകാല ജീവിതത്തിൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതിങ്ങനെ ഹജ്ജ് ഇങ്ങനെ പിന്തിക്കുക പല ആളുകൾ പല കാരണം പറഞ്ഞു. ഒരിക്കലും അങ്ങനെ പിന്തിക്കാൻ പാടില്ല. മക്കളുടെ വിവാഹം പറഞ്ഞ് ബന്ധിക്കുന്നവരുണ്ട്. അവസാനം വിവാഹം കഴിഞ്ഞു പിന്നെ അതിന്റെ കടബാധ്യതകളൊക്കെ വീട്ടാൻ വേണ്ടി ഒന്നുകൂടി ഗൾഫിൽ പോയി വന്നു. അപ്പോൾ വീണ്ടും മകള് പ്രസവിക്കാറായി. അപ്പൊ പിന്നെ വല്യുപ്പയായി, പ്രസവം കഴിയട്ടെ എന്ന് പറഞ്ഞു. പ്രസവം കഴിഞ്ഞപ്പോൾ പറഞ്ഞ 40 കുളിയുണ്ട്, നിങ്ങൾ ചൂടുവെള്ളം തിളപ്പിച്ച് തലയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ആചാര്യ പിന്നെ അതിനുവേണ്ടി റാഹത്തായിട്ട് അങ്ങനെ നീണ്ടു പോവാൻ. ഓരോ വർഷം കഴിഞ്ഞുകൊണ്ടിരിക്കുക. എത്രയായി ഏജ് ഇപ്പോ? മുസ്ലിമായ മനുഷ്യൻ, സ്വതന്ത്രനായ വ്യക്തി, പ്രായപൂർത്തിയുള്ള മനുഷ്യൻ പോയി വരാനുള്ളതാകുന്ന എല്ലാ ചെലവും വീട്ടുകാരുടെ ചെലവൊക്കെ കഴിച്ച് സാമ്പത്തികമായി ശാരീരികമായി വഴിയാലൊക്കെ സൗകര്യപ്പെട്ടതാകുന്ന സത്യവിശ്വാസി എത്രയും പെട്ടെന്ന് പരിശുദ്ധമായ ഹജ്ജ് ചെയ്യണം. ഹജ്ജിനുള്ള താക്കത്തുണ്ട് നമുക്ക്. ഇന്നത്തെ സമൂഹത്തിൽ 80% ആളുകൾ താക്കത്തുള്ളവരാണ്, കഴിവുള്ളവരാണ്. പക്ഷെ പോകൂല. ഓരോ കാരണം പറഞ്ഞ് വെറുതെ പിന്തിക്കുക. അതുകൊണ്ട് എന്താ അവിടെ എത്തിയിട്ട് ഒന്ന് ഹജറുൽ അസ്വദ് ചുംബിക്കാൻ പോലുള്ള ആരോഗ്യം പോലും ഇല്ല. അല്ലാഹു ആഫിയത്ത് തരട്ടെ. ആ കഅബയുടെ കില്ല പിടിച്ചൊന്നും ദുആയിരക്കാനുള്ള ആരോഗ്യം ഇല്ല. അങ്ങോട്ട് പോകണ്ടെന്നാ പറയും. ആ വാതിൽപ്പടിയിലൊന്ന് പിടിച്ചിട്ട് ഒരു 2 മിനിറ്റ് ദുആയിരക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല. കഅബയുടെ വാതിലിന്റെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിലുള്ള സ്ഥലമുണ്ട്, മുൽതസം എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ ഹജ്ജ് കഴിഞ്ഞ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിടവാങ്ങൽ തവാഫ് ചെയ്തിട്ട് ആ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന കഅബയുടെ വാതിലിലേക്ക് ഒരു കൈ ഇങ്ങനെ വലത്തേക്ക് ഇങ്ങനെ മുകളിലേക്ക് പിടിക്കുകയും തന്റെ നെഞ്ചും കവിളും വയറും ഒക്കെ ചേർത്ത് പിടിച്ച് ഒരു കൈ ഇങ്ങനെ ഹജറുൽ അസ്വദിന്റെ ഭാഗത്തേക്ക് പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത ഇജാബത്ത് ഉത്തരം കിട്ടുന്ന ഏറ്റവും അതിപ്രധാനമായ സ്ഥലങ്ങളിൽ പെട്ടതാണ് മുൽതസം എന്ന് പറയുന്ന സ്ഥലം. മിക്ക ആളുകൾക്ക് അവിടെ ഒന്നും പോകാൻ തന്നെ പറ്റുന്നില്ല. കാരണം എന്താ? നല്ല തിക്കും തിരക്കാണ്. അള്ളാഹു ഒരു വട്ടെങ്കിലും ജീവിതത്തിൽ അവിടേക്ക് എത്തി നല്ല റാഹത്തായ അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. അതിന് ആരോഗ്യം വേണം. നല്ല ആരോഗ്യമുള്ള സമയത്ത് പോയി ചെയ്യണം ഹജ്ജ്. ഇതെപ്പോഴും പിന്തിക്ക് 60 കഴിയട്ടെ 70 കഴിയട്ടെ. എന്താ ആചാര്യ പോയി വന്നാൽ പിന്നെ ഉസ്താദ് നന്നായി ജീവിക്കട്ടെ. അപ്പൊ ഇവന്റെ മനസ്സിൽ നിയ്യത്ത് എന്താ? കുറച്ചുകൂടി ഇങ്ങനെ പോട്ടെ, കഞ്ചാവൊക്കെ അടിച്ച് അവസാനം 75 ആകുമ്പോൾ പോയി ഹജ്ജ് ചെയ്തിട്ട് വന്നിട്ട് കരിക്കാന്നുള്ളത്. എടാ എത്രയും പെട്ടെന്ന് നന്നാവണ്ടേ? എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു കെട്ടി ഇനി അങ്ങോട്ടുള്ള ജീവിതം നന്നാക്കാൻ എന്തിനാ വൈകുന്നത്? മരണം എപ്പോഴും ഉണ്ടാവുമല്ലോ. അല്ലാഹു നല്ല മരണം സാധ്യമാക്കുമാറാവട്ടെ. ഇപ്പൊ കേരളത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടാവും, വാൾപ്പാറ എന്ന് പറയുന്നതാകുന്ന കൊക്കയിലേക്ക് വലിയ ദുരന്തം മരണപ്പെട്ടു പോയിട്ടുള്ള അധ്യാപകർ. ഒരു സ്കൂളിൽ നിന്ന്, മലപ്പുറം ജില്ലയിലെ ഒരു സ്കൂളിൽ നിന്ന് അധ്യാപകർ ഒന്നിച്ച് വാഹനത്തിൽ യാത്ര പോയത്, ഒരു ടൂർ സംഘടിപ്പിച്ചത്. പോകുന്നതിനിടയ്ക്കുണ്ടായ അപകടം. വാൾപ്പാറ എന്ന് പറയുന്ന വലിയൊരു പ്രദേശത്ത് വളവ് ചുരുക്കൊള്ളതാകുന്ന ചുരമാണ്. അവിടെ വെച്ച് വണ്ടി മറിഞ്ഞു, കൊക്കയിലേക്ക് മറിഞ്ഞു, മരണപ്പെട്ടു പോയി. 7 ആളുകളാ മരിച്ചത്. അല്ലാഹു മരണപ്പെട്ടവരുടെ കുടുംബത്തിന് ഖൈറായ പകരക്കാർ അല്ലാഹു നസീബാക്കട്ടെ. എപ്പോ വേണമെങ്കിലും മരണം സംഭവിക്കാം, ഏത് സമയത്തും സംഭവിക്കാം. അതുകൊണ്ട് നമ്മളാരും ശാശ്വതരല്ല, അത് ഓർത്തോ.
ഈ ദുനിയാവിൽ എപ്പോഴും മരണം സംഭവിക്കും. അതുകൊണ്ട് നല്ല അമലുകളിലേക്ക് മുഖരിതമായി തീർക്കും. എത്രയും പെട്ടെന്ന് പോയി ഹജ്ജ് ചെയ്തോ ഉംറ നിർവഹിച്ചോ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന് വെച്ച് വൈകണ്ട. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്നാ. നല്ല രീതിയിൽ കുറ്റമറ്റ നിലയ്ക്ക് ഹജ്ജ് ഏതൊരു വ്യക്തി ചെയ്തുവോ അവന് തീർച്ചയായും സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് മോചനപത്രം കിട്ടണോ, നിങ്ങൾക്കൊരു ശ്രേഷ്ഠമായ അമൽ ഞാൻ പഠിപ്പിച്ചു തരാം. മല്ലഹ ത്വയ്യിബതൻ ബിഹാ നഫ്സുഹു മുഹ്തസിബൻ ലിഉദ്ഹിയതിഹി കാനത് ലഹു ഹിജാബൻ മിനന്നാർ. ആരെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ട പെരുന്നാളിന്റെ സുദിനത്തിൽ സൂര്യൻ ഉദിച്ചതിന് ശേഷം മനോഹരമായ രീതിയിൽ നിയ്യത്ത് വെച്ചുകൊണ്ട് ആ ദിവസങ്ങളോ അനുബന്ധമാകുന്ന ദുൽഹിജ്ജ 11, 12, 13 മഗ്രിബ് വരെയുള്ള സമയങ്ങളിലായിട്ടോ നിയ്യത്ത് വെച്ചുകൊണ്ട് ഉദ്ഹിയ്യത്തിന്റെ ബലിദാനം നടത്തിയാൽ മുഹ്തസിബൻ ലിഉദ്ഹിയതിഹി, ആ ഉദ്ഹിയ്യത്തിന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ടാണ് നല്ല നിയ്യത്തോടുകൂടിയാണ് നീ ചെയ്യുന്നത് എങ്കിൽ കാനത് ലഹു ഹിജാബൻ മിനന്നാർ, നരകത്തെ തൊട്ടവന് പരിപൂർണമായ സംരക്ഷണം കിട്ടാൻ ഹേതുവാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. നരകീയ മോചനപത്രം കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്ത് ചെയ്താൽ? ഒരു ഉദ്ഹിയ്യത്ത് അറത്താൽ, ഒരു ബലിമൃഗത്തെ ദാനം ചെയ്താൽ. എന്നാ അത് ചെയ്യേണ്ടത്? പെരുന്നാളിന്റെ സുദിനത്തിൽ. അൽഹംദുലില്ലാഹ്. ഈ വർഷം നിയ്യത്ത് വെച്ചിട്ടുള്ള ഒരാളുകൾ കൊണ്ട് ഒന്ന് കൈയുയർത്തിക്കാൻ നോക്കട്ടെ. എത്ര പേരുണ്ട് ഉദ്ഹിയ്യത്ത് ഇറക്കാൻ വേണ്ടി? ഷെയർ ചെയ്തവരോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇറക്കുന്നവരോ ഉണ്ടെങ്കിൽ എത്ര പേരുണ്ട് നോക്കട്ടെ. ആരാ ഉള്ളത്? ഒരു മനുഷ്യനും ഇല്ല. ചുമ്മാ അല്ല എന്നെ കൊണ്ട് അല്ലാഹു തആല ഇത് ഇവിടെ തന്നെ പറയിപ്പിച്ചു. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കും. ഒരു മനുഷ്യനും ആലോചിച്ച് നോക്ക്. ബർക്കത്തിന് ഒരാളെങ്കിലും ഉണ്ടെന്ന കാര്യം. ആ ഒരാളുണ്ട്. അൽഹംദുലില്ലാഹ്. ബാക്കിയുള്ളവരൊക്കെ അവനെ അറുത്ത് കഴിക്കാനിരിക്കും. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കും. ഇത് കഴിഞ്ഞവണ്ണം അവനെ പോയി മുസാഫത്ത് ചെയ്യും. പോത്താണോ ഏതാണെന്നുള്ളത് 1/2 കിലോ നമുക്ക് വേണമെന്ന് പറഞ്ഞേക്ക് ഇപ്പോഴേ ബുക്ക് ചെയ്യും. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. കേട്ടോ, 1-2 ഹദീസ് ഓതിത്തരാം. ശരിക്കും പഠിച്ചോ. ആപ്പമാരും ഉമ്മമാരും ഒക്കെ ശരിക്കും പഠിച്ചു വെച്ചോ. സഹോദരിമാരൊക്കെ പഠിച്ചു വെച്ചോ. മുഅ്മിനാകുന്ന മുസ്ലിമായ മനുഷ്യനും മുസ്ലിമത്തായ സഹോദരിയും എല്ലാവർക്കും ശക്തിമത്തായ സുന്നത്താണ് എന്ത്? ഉദ്ഹിയ്യത്തിന്റെ ബലിദാനം. വളരെ ശക്തിമത്തായ സുന്നത്താണ്. നമ്മുടെ മദ്ഹബിൽ, ഷാഫി മദ്ഹബിൽ, ഹനഫി മദ്ഹബിൽ വാജിബാണ്, നിർബന്ധമാണ്. നിർബന്ധമായി ചെയ്യണം. സാധാരണ ഇത് വഅലിൽ പറയൽ വളരെ കുറവായി വിഷയം. പക്ഷെ ഞാൻ ഇന്നത് പറയാൻ ഉദ്ദേശിച്ചത് അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്നാണ്. ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത് സാന്ദർഭികമായ സാഹചര്യത്തിനനുസരിച്ചുള്ള അറിവ് കൊടുക്കൽ. എനിക്കിപ്പോ ഇവിടെ കബറോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വേണേ പോവാം. പക്ഷെ അതല്ലല്ലോ കാര്യം. ഈ സദസ്സ് സംഘടിപ്പിച്ച സംഘാടകർക്ക് ഒരു ലക്ഷ്യമുണ്ട്. എന്താ നിയ്യത്ത്? ആളുകൾക്ക് അറിവെത്തിച്ചു കൊടുക്കുക. ആ അറിവെത്തിച്ചു കൊടുക്കലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കടമ. അതാണ് അമാനത്താണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ ഈ സാഹചര്യത്തിനനുസരിച്ചുള്ളതാകുന്ന ഒരു അമല് കൂടിയാവുമ്പോൾ അതിന് വലിയ പ്രതിഫലം കൂടിയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാനിപ്പോ ഈ വർഷം പറയുന്നതിലൂടെ ഇനിയ സമയമുണ്ട്. ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ഷെയർ ചേർന്നിട്ട് ഒരു 7 പേർക്കെങ്കിലും ഒരു മാടിൽ അഥവാ പോത്ത്, മൂരി, കാള തുടങ്ങിയിട്ടുള്ളതാകുന്ന വിഷയത്തിന് ഷെയർ ചേർന്നിട്ട് ആ രീതിയിൽ ഒന്ന് റാഹത്തായിട്ട് നടത്താൻ പറ്റിയ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി അതല്ല കർണാടകക്കാരാണ്, അതൊന്നും പറ്റൂല ഉസ്താദ്, എന്നാൽ സ്വന്തമായിട്ട് ഒരു ആടിനെ ഇറക്കാൻ പറ്റുമെങ്കിൽ മാഷാ അല്ലാഹ്, അങ്ങനെയെങ്കിൽ ആ നിലയ്ക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല ഒരു ആടിനെ സ്വന്തമായിട്ട് ഇറക്കാൻ പറ്റുമെങ്കിൽ അത്ര റാഹത്തല്ലേ. 15,000 രൂപ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ഒരാടിന് അല്ലെ? എത്ര വരും? ആടാണെങ്കിൽ എത്ര വയസ്സ് വേണം? നമ്മുടെ നാട്ടിലുള്ള ആടിന് എത്ര വയസ്സ് വേണം? 2 വയസ്സ് വേണം. ശരിക്കും ശ്രദ്ധിച്ചോ, മസാല നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ഞാൻ ഈ പറയുന്ന മസാല തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള അറിവിനിറക്കുന്നതായ അഖീഖത്തിന്റെ മൃഗത്തിനുള്ളത്. 2 വയസ്സ് വേണം. എത്ര വയസ്സ് വേണം? 2 വയസ്സ്. ആൺകുട്ടിക്ക് വേണ്ടിയാണ് നമ്മൾ അഖീഖ ഇറക്കുന്നതെങ്കിൽ എത്ര വയസ്സ്? എത്ര ആട് സുന്നത്താണ്? ഷാഫി മദ്ഹബിൽ 2 ആട് അറുത്തു കൊടുക്കൽ സുന്നത്താണ്. കഴിവില്ലേ? ഒരാട് അറുത്താൽ മതി.
ഇനി അതല്ല പെൺകുട്ടിയാണെങ്കിൽ ഒരാട് അറുത്ത് കൊടുക്കൽ സുന്നത്താണ്. ഇനി ഇതൊന്നുമല്ല 7-1 മാട് വർഗത്തിൽപ്പെട്ടത് മൂരിയോ മറ്റുള്ളതാകുന്ന വിഷയത്തിൽ 7 ആളുകൾ കൂടി ഷെയർ ചേർന്നിട്ട് ഇറക്കാണ്. മാഷാ അല്ലാഹ്, അതും പറ്റും, അഖീഖയ്ക്കും പറ്റും, ഉളഹിയത്തിനും പറ്റും. 7-1 നീ ഷെയർ ചേർന്നിട്ടുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉദാഹരണം പറയാണ്, ഒരു 70,000 രൂപയുടേതാകുന്ന പോത്ത് അല്ലെങ്കിൽ 70,000 രൂപയുടെ ഒരു മുരി അത് വാങ്ങാണ്. 10,000 രൂപ വെച്ചിട്ട് എന്ത് ഷെയർ തീർന്നു ഓരോരുത്തരും. മാഷാ അല്ലാഹ്, നല്ല വലുത് തന്നെ കിട്ടും. 2 വയസ്സ് എത്തിച്ചിരിക്കണം. മാട് വർഗത്തിലുള്ളതെല്ലാം എത്ര വയസ്സ് വേണം? 2 വയസ്സ് വേണം. നമ്മുടെ നാട്ടിലുള്ളതാകുന്ന ആടുകളൊക്കെ കോലാടെന്നാണ് അതിന് പറയുക. അതൊക്കെ 2 വയസ്സ് നിർബന്ധം. അതിനൊക്കെ 2 വയസ്സ് നിർബന്ധം. നെയ്യാട് കിട്ടും മറ്റു രാജ്യങ്ങളിലൊക്കെ. അത് ഇച്ചിരി നല്ല കനവും തടിയൊക്കെ ഉള്ളതാകുന്ന നാടാണ്. അതിനെത്ര വയസ്സ് മതി? 1 വയസ്സ് മതി. ഒട്ടകത്തെ ബലിയിറക്കുന്ന ആളുകളൊക്കെ എത്ര വയസ്സ് എത്തിക്കണം? 5 വയസ്സുള്ളതാകുന്ന സാധനമായിരിക്കും. അതിന് അങ്ങനെ പറയാൻ കാരണം തീരെ ചെറുതാകാൻ പാടില്ല. നല്ല അല്പസ്വല്പം ആരോഗ്യവും നല്ല മാംസം ഉള്ളതായിരിക്കണം. അതാണ് ലക്ഷ്യം. ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കലാണ്, ഈ മാംസം എത്തിച്ചു കൊടുക്കലാണ് അതുകൊണ്ടുള്ള നിയ്യത്ത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. പഠിപ്പിച്ചതാണ് നരകത്തെ തൊട്ട് മോചനപത്രം കിട്ടാൻ കാരണമാണ് നല്ല നിയ്യത്തോടു കൂടി. ആരോടും നമുക്ക് പറയണ്ട, വാപ്പ ഇറക്കുന്നുണ്ടോ, ഉമ്മ ചെയ്തിട്ടുണ്ടോ, വല്ലിപ്പ ചെയ്തിട്ടുണ്ടോ, ഇതൊന്നും നോക്കണ്ട. നമ്മളൊരു ആടിനെ വാങ്ങിയിട്ട് നമ്മുടെ സ്വന്തം ശരീരത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്തിട്ട് ഒറ്റയ്ക്ക് അറുത്ത് കൊടുക്കുക. ഒറ്റയ്ക്കാകുമ്പോൾ ഒരു ആട് മാത്രമേ പറ്റൂ. ഷെയർ തരുമ്പോഴാണ് നേരത്തെ പറഞ്ഞത് 7 ആളുകൾ കൂടി ഷെയർ ചേർന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ കാര്യമല്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ അമില ബിനു ആദമ മിൻ അമലിൻ യൗമൻ നഹരി അഹബ്ബ ഇലല്ലാഹി മിൻ ഇഹ്റാഖി ദമി.